വന്നതു സർക്കാരിന്റെ വീഴ്ചയേറെ. ഇനിയും സഹിക്കണോ നാട്ടുകാരെ? ഈ മണ്ണു കാക്കാൻ നമ്മെ ഭരിക്കാൻ UDF മുന്നണി വരണം. സ്വപ്നയും സ്വർണ്ണം സ്വകാര്യതകൾ, ഭരണാധികാരത്തിൽ അഴിമതികൾ, മന്ത്രിമാർ കൂടെ മന്ത്രിപുത്രന്മാർ കേസിൽ പ്രതിയായ പോലും. സ്വപ്നയും സ്വർണ്ണം സ്വകാര്യതകൾ, ഭരണാധികാരത്തിൽ അഴിമതികൾ, മന്ത്രിമാർ കൂടെ മന്ത്രിപുത്രന്മാർ കേസിൽ പ്രതിയായ പോലും. ഉണരുന്നിതാ കർമ്മരംഗം, ഉയരുന്നിതാ ധീരസംഘം, മലയാള നാടിൻ മനസ്സിൻ തുടിപ്പിൽ നിറയുന്നു UDF സംഘം. അപ്പം രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ നേതാക്കൾ ഇവിടെ പറഞ്ഞു. നമുക്കിതിനുള്ള റിപ്പോർട്ട് വെച്ച് എല്ലാവരും ക്യൂനിക്കേണ്ട 84 പേർ ആദ്യഘട്ടമായിട്ടും അത് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വീടുകൾ കൊടുത്തു. ഏത് കഴിവ് ഇന്നേ മൊത്തത്തിൽ ഇതിന്റെ വീടിന്റെ അവസ്ഥ മാത്രം നോക്കി ഇനിയുമുണ്ട് നിങ്ങൾ വീടുകൾ. ഒരു വേളയെങ്കിലും ചിന്തിച്ചിടൂ നിങ്ങൾ എന്തിനെ പൊങ്ങച്ച ഭരണം. ഒരു നേട്ടമെങ്കിലും എണ്ണിപ്പറഞ്ഞിടാൻ ഇല്ലാത്ത ഇടതന്റെ ഭരണം. ബന്ധു നിയമനം മാർക്കുദാനും പിന്നെ സ്പ്രിംഗ്ലറും അഴിമതിയേറെ. എണ്ണിയാൽ തീരാത്ത വീഴ്ചകൾ കണ്ടതും മലയാളികൾ നമ്മളല്ലേ. നാട് നയിച്ചിടാൻ വികസനം നൽകിടാൻ UDF മാത്രമേ ശരണം. വോട്ടുകൾ UDF സാരഥികൾക്ക് നൽകാൻ മറന്നിടല്ലേ. സ്വപ്നയും സ്വർണ്ണം സ്വകാര്യതകൾ, ഭരണാധികാരത്തിൽ അഴിമതികൾ, മന്ത്രിമാർ കൂടെ മന്ത്രിപുത്രന്മാർ കേസിൽ പ്രതിയായ പോലും. സ്വപ്നയും സ്വർണ്ണം സ്വകാര്യതകൾ, ഭരണാധികാരത്തിൽ അഴിമതികൾ, മന്ത്രിമാർ കൂടെ മന്ത്രിപുത്രന്മാർ കേസിൽ പ്രതിയായ പോലും. നോക്കിൽ അഹങ്കാരം, വാക്കിൽ തെറി പൂരം, മുഖ്യനിൽ കണ്ട സംസ്കാരം. ഇനിയും സഹിക്കുവാനാവില്ല നമ്മൾക്ക്, വേണമൊരു ഭരണത്തിൽ മാറ്റം. ചെന്നിത്തല, ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഹൈദരലി തങ്ങൾ നാട് ഭരിക്കുവാൻ വികസനം നൽകിടാൻ കാത്തിരിക്കുന്നു ജനങ്ങൾ. കേരള നാടിന്റെ ഗതികേട് മാറ്റിടാൻ നാം ഒത്ത് കൈകോർത്തിടേണം. കേമമായുള്ളൊരു ഭരണം ലഭിക്കാൻ UDF വന്നിടണം. സ്വപ്നയും സ്വർണ്ണം സ്വകാര്യതകൾ, ഭരണാധികാരത്തിൽ അഴിമതികൾ, മന്ത്രിമാർ കൂടെ മന്ത്രിപുത്രന്മാർ കേസിൽ പ്രതിയായ പോലും. സ്വപ്നയും സ്വർണ്ണം സ്വകാര്യതകൾ, ഭരണാധികാരത്തിൽ അഴിമതികൾ, മന്ത്രിമാർ കൂടെ മന്ത്രിപുത്രന്മാർ കേസിൽ പ്രതിയായ പോലും.